നിങ്ങൾക്ക് രക്ഷപ്പെടണം. തീർച്ചയായും ആത്മാർത്ഥമായിട്ട് നിങ്ങളിത് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും. അത് ഗ്യാരണ്ടി. സ്വന്തം ജീവിതത്തിലെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നു. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മദീനയിൽ നിന്ന് കടന്നു വരുന്ന സമയത്ത് വട്ടപൂജ്യം പക്കാ സീറോ, കയ്യിൽ ഒരു മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ ആവശ്യമായ ഘടകങ്ങൾ അതുപോലും ഇല്ലാത്ത മൂസാ നബി സെക്കൻഡുകൾ കൊണ്ട് ധനികനായി സമ്പന്നനായി മാറിയ ഒരു ചരിത്രമുണ്ട്. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, സ്വന്തമായിട്ടൊരു ഭാര്യയില്ല, ഒന്നുമില്ലാത്ത മൂസാ നബി സെക്കൻഡുകൾ കൊണ്ട് 0 to ഹീറോ ആയ ചരിത്രം. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ എന്ന പരിശുദ്ധമായ ഖുർആനിൽ ഈ ആയത്ത് ഓതി കൊടുത്തപ്പോൾ കുടിക്കാൻ വെള്ളമായി, കഴിക്കാൻ ഭക്ഷണമായി, ധരിക്കാൻ വസ്ത്രമായി, ഭാര്യയായി, സ്വന്തമായിട്ടൊരു കുട്ടിരായി, 0 to ഹീറോ സെക്കൻഡുകൾ കൊണ്ട് ജീവിതം മാറി മറിഞ്ഞ പരിശുദ്ധമായ ഖുർആനിലെ പവർഫുള്ളായ ഒരു ആയത്ത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത് സാക്ഷി നിർത്തി ഈ ഒരായത്ത് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ കൈമലർത്തും. ഇത് ചോദിച്ചാൽ, ആത്മാർത്ഥമായി ചോദിച്ചാൽ 100% നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്, അതിൻ്റെ ഫായിദ, അതിൻ്റെ ഉപകാരം കിട്ടും. എൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്. ബട്ട് വൺ കണ്ടീഷൻ, അനുഗ്രഹം കിട്ടിയതിന് ശേഷം അനുഗ്രഹം തന്നവനെ, ഇതെല്ലാം തരുന്നവനെ മറന്നു കളയുന്ന അല്ലെങ്കിൽ മറന്നു ജീവിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിച്ചുകൂടാ. കാരണം ബനു ഇസ്രായേൽ മഞ്ഞുസൽവ ചോദിച്ചപ്പോൾ പടച്ച റബ്ബ് അത് ഇറക്കി കൊടുത്തു. അത് ഇറക്കി കൊടുത്തതിന് ശേഷം കുഫറിൻ്റെ അങ്ങേയറ്റം പടച്ച റബ്ബിന് അനുഗ്രഹം തന്നവനെ മറന്നു കളഞ്ഞപ്പോൾ പക്കാ സീറോയിലൊക്കെ വരെ ചേഞ്ച് ആക്കുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി ചോദിച്ചോ, നിങ്ങളുടെ ഏത് ലക്ഷ്യമാണോ അല്ലെങ്കിൽ ഏത് ഉദ്ദേശമാണോ അത് നടന്നിരിക്കും തീർച്ച. പരിശുദ്ധമായ ഖുർആനിൽ ഒരു പവർഫുൾ ആയ ഒരു ആയത്തുണ്ട്. ഞാൻ ചുമ്മാ പറയല്ല. മദീനയിൽ നിന്ന് മൂസാ നബി കടന്നു വരുന്ന സമയത്ത് മൂസാ നബിൻ്റെ കയ്യിൽ ഒന്നുമില്ല, പക്കാ സീറോ. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ധരിക്കാൻ വസ്ത്രമില്ല, നല്ലൊരു പാർപ്പിടല്ല. മൂസാ നബി ചെയ്തത് ഒറ്റ കാര്യം, അതും സെക്കൻഡുകൾ കൊണ്ട് 0 to ഹീറോ ആയ പരിശുദ്ധമായ ഖുർആനിലെ പവർഫുൾ ആയ ഒരു ആയത്ത്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ എന്ന സ്ക്രീനിൽ മുകളിൽ കാണുന്ന ആയത്ത്. മൂസാ നബി ഇത് ഓതി കുടിക്കാൻ വെള്ളമായി, കഴിക്കാൻ ഭക്ഷണമായി, ധരിക്കാൻ വസ്ത്രമായി, ഉറങ്ങാൻ പാർപ്പിടമായി, ഇതെല്ലാം സെക്കൻഡുകൾ കൊണ്ട്, നിമിഷങ്ങൾ കൊണ്ട് പടച്ച റബ്ബ് മൂസാ നബിക്ക് എല്ലാം ഒരുക്കി കൊടുത്തു. എൻ്റെ സ്വന്തം ജീവിതത്തിലും എനിക്ക് ഈ ഒരു ആയത്ത് കൊണ്ട് ഒരുപാട് മെച്ചങ്ങളും ഒരുപാട് അനുഭവങ്ങളും ഉണ്ട്. കോഴിക്കോട് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് ഒരു വ്ളോഗർ, ഒരു യൂട്യൂബർ എന്നോട് വന്നിട്ട് ഒരു വാച്ച് കാണിച്ചിട്ട് അതിൻ്റെ പ്രൈസ് ഗസ് ചെയ്യാൻ പറഞ്ഞു. ഞാനും മൂസാ നബിയും താരതമ്യം ചെയ്യല്ല. അൽഹംദുലില്ലാഹ് ഞാൻ ആയത്തൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ നിന്ന് അനുസ്മരിച്ചു. ഞാനത് ഓതി, ഞാൻ വെറുതെ 499 പറഞ്ഞു നോക്കി. അൽഹംദുലില്ലാഹ് അത് ശരിയായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ പടച്ച റബ്ബിന്റെ മുമ്പിൽ എന്ത് ചോദിക്കുകയാണെങ്കിലും ഈ ആയത്തൊന്ന് ഓതിയിട്ട് നിങ്ങൾ കൈ മലർത്തിയാൽ, പടച്ച റബ്ബിന്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ അതിന് സക്സസ്ഫുൾ ആയ റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും. വാച്ചിന്റെ പ്രൈസ് ഒന്ന് ഗസ്സാക്കിയ വാച്ച് വാച്ചിന്റെ 490-ന്റെയും 500-ന്റെ ഇടയിലാണ്. അതെ 499. ഒന്നുമില്ല, ഇത് ഖുർആനിലെ ഒരു ആയത്തുണ്ട്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. മൂസാ നബി തുറന്ന ദുആണ്. മൂസാ നബി മദീനയിൽ നിന്ന് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചാണ്. ഒന്നും ഉണ്ടാവില്ല മൂസാ നബിയുടെ കയ്യിൽ. പക്ഷെ എന്തായി, ആ പ്രാർത്ഥന കൊണ്ട് മൂസാ നബിക്ക് മുഴുവൻ കിട്ടി. വെറുതെ പറഞ്ഞു നോക്കിയാണ്, പൈസ ഇട്ടൊന്നല്ല, വെറുതെ പറഞ്ഞു നോക്കിയതാണ്. പിന്നെ 490-500 എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓൾമോസ്റ്റ് ഒരു സാധനം ആകുമ്പോൾ 499, 399, 299 അതൊക്കെ പറഞ്ഞു നോക്കിയതാണ്. പക്ഷെ ഈ ആയത്തുണ്ടല്ലോ ഭയങ്കര പവറാണ്. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. ആശിക എത്ര നേരെ വെച്ചത് കുടിച്ചു തുടങ്ങിയിട്ട് നിന്നേ അടിച്ചോ? അതുകൊണ്ടാ പറയണേ. ഇവരെ ബിസ്മി ഒന്നും ചൊല്ലിട്ടില്ല. അപ്പോൾ ബിസ്മിയൊക്കെ ചൊല്ലിട്ടെടുത്ത അവളല്ലേ കിട്ടുള്ളൂ. ഇതൊക്കെ എന്ത് ചെയ്യുമ്പോഴും നബി പറഞ്ഞോളൂ ബിസ്മില്ലാണ്. ഒരു ബിസ്മില്ല ഇട്ടോ കേൾക്കാം. ഞാൻ പറയണ കിട്ടുമെന്ന്. ബിസ്മില്ലൊക്കെ ഇട്ടോ ചിലപ്പോൾ അതിൽ തന്നെ പോരും. ബിസ്മില്ലേ ജി ചൊല്ലിയോ? പൊന്തിച്ച് ഇല്ല ചെല്ലി കിട്ടും. ഈ കാണുന്നതൊക്കെ പടച്ചോൻ്റെ അല്ലേ. ഭൂമി, ആകാശവും വെള്ളമൊക്കെ മീനൊക്കെ പടച്ചോനെ. പിന്നെന്താ പടച്ചോനെ ഒരു വിസ്മില്ല തരാതെ കിട്ടൂടെ ഉണ്ട്. ഇതൊരു കാര്യം നിൽക്ക് ജയ് റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരി ഫഖീർ. പറ കിട്ടും, ചിലപ്പോൾ കിട്ടും. ഇൻഷാ അല്ലാഹ് കിട്ടും. കിട്ടും, ചിലപ്പോൾ കിട്ടും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരി ഫഖീർ. കിട്ടും മോനെ, അത് കിട്ടിയിരിക്കും. എനക്ക് പഠിച്ചോടിയില്ല വിശ്വാസത എനിക്കുണ്ട്. തവക്കുലാക്കി ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല ഈ ലോകത്ത്. ചോറ കിട്ടും.
അത് കിട്ടി കഴിഞ്ഞാൽ അന്ന് രാത്രി ഉണ്ടാകും ഫുഡ്. ഉറപ്പാ? മന്തി മന്തി. ഓക്കെ ഓക്കെ ഇൻഷാല്ലാ. കിട്ടിയോ? ഇവിടെ കിട്ടിയോ? എന്തൊരു മഞ്ഞ മീനല്ലേ അല്ലേ? ഇട്ട് കുറച്ച് ദൂരത്ത് കിട്ടും കിട്ടും. ചെങ്ങായി രാവിലെ വയറൊട്ടിട്ട് പശകൾ പോകുമ്പോൾ ഒരു രാത്രി വരുന്നുണ്ടില്ല ഫുള്ള് വയറ് നിറച്ചിട്ട്. പിന്നെ അപ്പോൾ അത് കിട്ടും മോനെ. ഇവിടെ പറിച്ചോനെ ചോദിച്ചാൽ പറയുന്നത് പറിച്ചോന്ന് എന്തെങ്കിലും പിന്നെ ആരെയാണ് കിട്ടും കിട്ടിയിരിക്കും. കുടുങ്ങിയോണ്ടാ കുടുങ്ങിയോണ്ടോ കാനുണ്ടോ? വെലി 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 എവിടെ എവിടെ? എന്റെ മോനെ കിട്ടിയടാ പടച്ചോനെ. അൽഹംദുലില്ലാ സീനടാ. മന്തി പോയോ? മന്തി പടച്ചോൻ സീനന്നെ കേട്ടോ. ചെറുതാണ് ചെറുത് തന്നില്ല മോനെ. അയക്കാനിട്ടോളാ അയക്കാനിട്ടോ വേണ്ട അയക്കാനിട്ട് വേണ്ട നമുക്ക്. എടാ ചെറുത് കിട്ടിയ എന്താ ആദ്യം ചെറുതൊക്കെ പിന്നെ ഡോൾഫിനും സ്രാവൊക്കെ വന്നോളും. ഇവിടെ അയക്കാനിട്ടോളാ ജീവിച്ചോട്ടെ. വേണ്ട വേണ്ട അയക്കട്ട്. റെഡിയാ? വേറെണ്ട് തവക്കൂരുണ്ട് കിട്ടും. ആവടാ രക്ഷപ്പെട്ടിക്കല്ലേ. പടച്ചോ സീനല്ലോ എന്താ പററേ. ചെക്കൻ വീണ്ടും കിട്ടും. അടുത്ത ലക്ഷം കരിമീനാ ഇൻഷാ അല്ലാഹ്. എന്തായാലും കിട്ടും ഉറപ്പല്ലേ. ഇത് തന്നാ പടച്ചോടെ എന്തായാലും തരും ഇൻഷാ അല്ലാഹ്.